See model exam answer key 2025. First question arithmetic sequence ആണ്, മിസ്സിംഗ് ടേംസ് ആണ്. ഇവിടെ കോമൺ ഡിഫറൻസ് 6 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം 4, ഫോർത്ത് ടേം 22. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ആണ്. 1/4 3/4 കിട്ടി. തേർഡ് ക്വസ്റ്റ്യൻ DP is equal to 8 cm, radius is equal to 6 cm. Fourth question C 10 and 6. Fifth question ചിത്രം വരയ്ക്കാനാണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ മീഡിയൻ ആണ്. എക്സ് ഈസ് ഇക്വൽ ടു 34. പിന്നെ അടുത്ത് 34 + 36/2 ഈസ് ഇക്വൽ ടു 35. സെവൻത്ത് ക്വസ്റ്റ്യൻ OA ഈസ് ഇക്വൽ ടു 5 യൂണിറ്റ്, AB ഈസ് ഇക്വൽ ടു 5√2 യൂണിറ്റ്, C 10 0. എയ്ത്ത് ക്വസ്റ്റ്യൻ തേർഡ് ടേം നമുക്ക് ആദ്യം തേർഡ് ടേം കണ്ടുപിടിക്കാൻ പറ്റും. മിഡിലെ ടേം കണ്ടുപിടിക്കാൻ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ആണ്. അങ്ങനെ മിഡിൽ ടേം നമുക്ക് 14 കിട്ടി. പിന്നെ മിഡിലെ 2 ടേം നമുക്ക് കിട്ടി. ഒരു ടേം കൂടെ കൂടിക്കഴിഞ്ഞപ്പോൾ 2 ടേം കിട്ടി. അപ്പം നമുക്ക് തൊട്ടടുത്തുള്ള ടേംസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് 4 കിട്ടി. അപ്പോൾ സിക്സ്ത് ടേം 26, തേർഡ് ടേം 14 ആൻഡ് കോമൺ ഡിഫറൻസ് 4. അടുത്ത നയൻത്ത് ക്വസ്റ്റ്യൻ റേഡിയസ് ഈസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ എക്സ് ഈസ് ഈക്വൽ ടു 288 ഡിഗ്രി. ടെൻത്ത് ക്വസ്റ്റ്യൻ AP ഈസ് ടു PB ഈസ് ഈക്വൽ ടു 1:2 ആണ്. പിയുടെ കോർഡിനേറ്റ്സ് വന്നിട്ട് 5,1. 11th ക്വസ്റ്റ്യൻ ചിത്രം വരയ്ക്കാനാണ്. 12th ക്വസ്റ്റ്യൻ PA × PB ഈസ് ഈക്വൽ ടു PC² എന്നുള്ള ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ കിട്ടി. ദെൻ 13th ക്വസ്റ്റ്യൻ ആംഗിൾ CBD ഈസ് ഈക്വൽ ടു 50 ഡിഗ്രിയാണ്. പിന്നെ CD ഈസ് ഈക്വൽ ടു കണ്ടുപിടിക്കാൻ പറഞ്ഞു. CD ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ കിട്ടി. ഏരിയ ഓഫ് ട്രയാങ്കിൾ AB ഈസ് ഈക്വൽ ടു ½ B ചെയ്തപ്പോൾ നമുക്ക് 48 സെൻറ്റിമീറ്റർ² കിട്ടി. ദെൻ 14th ക്വസ്റ്റ്യൻ P(x) തന്നിട്ടുണ്ട്. P(1) 4 - k കിട്ടി. x-1 ഒരു ഫാക്ടർ ആണെങ്കിൽ P(1) ഈസ് ഈക്വൽ ടു P(1) 0 ആയിരിക്കും. ദെൻ k ഈസ് ഈക്വൽ ടു 4 കിട്ടി. കെയുടെ സ്ഥലത്ത് 4 കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ആക്കി മാറ്റി എഴുതുമ്പം x-1 × x+4 ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അതിൻ്റെ ആൾജിബ്ര 2n+1 ആണ്. 3/7 5/7 7/7 9/7 അതിൻ്റെ ആൾജിബ്ര 1/7 × 2n+1. പിന്നെ ഇതിൽ ഹോൾ നമ്പേഴ്സ് വരുന്ന ഹോൾ നമ്പേഴ്സൊക്കെ ഒറ്റയായിട്ട് വരുന്ന സംഖ്യകളാണെന്ന് സമർത്ഥിക്കാനാണ് പറഞ്ഞത്. അത് സമർത്ഥിച്ചു. ദെൻ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ്. AOC ഈസ് ഈക്വൽ ടു 100, ആംഗിൾ D ഈസ് ഈക്വൽ ടു 50, ആംഗിൾ B ഈസ് ഈക്വൽ ടു 130, BAQ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഇനി ഒരു പ്രോബബിലിറ്റിയാണ്. ടോട്ടൽ പെയർ ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ടോട്ടൽ പെയർ 30 × 50 ആണ്. നമുക്ക് ആദ്യത്തെ ആൻസർ A ബോത്ത് ബ്ലാക്ക് 1/6. പ്രോബബിലിറ്റി ഓഫ് ബോക്സ് 1 ബ്ലാക്കും ബോക്സ് 2 വൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി 2/3 ആണ്. 1 ബ്ലാക്ക് ആൻഡ് 1 വൈറ്റിൻ്റെ പ്രോബബിലിറ്റി 7/10. ഓക്കെ, ഇവിടെ കണ്ടുപിടിക്കേണ്ടത് സർക്കിളിൻ്റെ സെൻറ്ററാണ്. സെൻറ്റർ 1,7 കിട്ടി. പിന്നെ സർക്കിളിൻ്റെ റേഡിയസ് 5 യൂണിറ്റ് കിട്ടി. ദെൻ സർക്കിളിൻ്റെ ഇക്വേഷനാണ്. ഇക്വേഷൻ x-1 2 + y-7 2 ഈസ് ഈക്വൽ ടു 5² ചെയ്തപ്പോൾ നമുക്ക് x² + y² - 2x - 14y + 25 ഈസ് ഈക്വൽ ടു 0 കിട്ടി. ദെൻ അടുത്തത് ലെങ്ത്ത് L തന്നിട്ടുണ്ട്, സ്ലാൻ ഹൈറ്റ് തന്നിട്ടുണ്ട്. അതേപോലെ LSAയും തന്നിട്ടുണ്ട്. അപ്പോൾ 2AL വെച്ചിട്ട് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് A കിട്ടി. A ഈസ് ഈക്വൽ ടു 9 കിട്ടി. ദെൻ H കണ്ടുപിടിക്കാൻ പറഞ്ഞു. H ഈസ് ഈക്വൽ ടു ഒരു കറക്റ്റ് വാല്യൂ ഇല്ല. അപ്പോൾ 3√91 ഡിവൈഡഡ് ബൈ 2 എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വോളിയം അതേപോലെ ആ വാല്യൂ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 81√91 ഡിവൈഡഡ് ബൈ 2 cm² എന്ന് കിട്ടി. ദെൻ 20th ക്വസ്റ്റ്യൻ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ A ഈസ് ഈക്വൽ ടു 6 കിട്ടി. PQ ഈസ് ഈക്വൽ ടു 6 ആണ്. PA × PB ഈസ് ഈക്വൽ ടു PQ² എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് നമുക്ക് PB 4 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ ഡയമീറ്റർ 13 ആണ്. റേഡിയസ് 6.5. അടുത്തത് 21 n+1/2 ഈസ് ഈക്വൽ ടു 13 കിട്ടി. 13th പൊസിഷനിലാണ്. പിന്നെ 13th പൊസിഷനാണ് മീഡിയൻ പൊസിഷൻ. മീഡിയൻ 10th പൊസിഷനിലുള്ള ആളുടെ വെയിറ്റ് എത്രയാണെന്ന് വെച്ചാൽ 61 ആണ്. അതുപോലെ മീഡിയൻ വെയിറ്റ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 67 ആണ്. അടുത്തൊരു ചിത്രം വരയ്ക്കാനാണ്. ഓക്കെ, 23rd ക്വസ്റ്റ്യൻ ആംഗിൾ OAP ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പം നമ്മൾ റേഷ്യോ ഇട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് OA ഈസ് ഈക്വൽ ടു 2 യൂണിറ്റ് കിട്ടി. QB ഈസ് ഈക്വൽ ടു √3 യൂണിറ്റ്. ബീൻ്റെ -1, √3. 24, 6, 11, 16, 21 എന്നുള്ള അരിത്തമാറ്റിക് സീക്വൻസിൽ
അടുത്ത് നെക്സ്റ്റ് ടേം എഴുതാൻ പറഞ്ഞു. നെക്സ്റ്റ് ടേം എഴുതി. ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് എന്തായിരുന്നു? 1 ആണല്ലോ ആൻസർ. 26 നോക്കട്ടെ കേട്ടോ. എന്താണ് ആദ്യത്തെ 24ാമത്തെ ക്വസ്റ്റ്യൻ്റെ ക്വസ്റ്റ്യൻ ഈസ് ഈക്വൽ ടു 1 ആണ് ആൻസർ. എന്താണ് ക്വസ്റ്റ്യൻ ഓർമ്മയില്ല. 24. ഈ ശ്രേണികളിലെ ആദ്യ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, 7 - 6 1 ആദ്യ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ലാസ്റ്റ് 31 26 തമ്മിലുള്ള വ്യത്യാസം. പിന്നെ അതിൻ്റെ 20th ടേംസ് ഏതാണ് അതിൻ്റെ ഡിഫറൻസ് ചെയ്യാൻ പറഞ്ഞു. അത് 210 കിട്ടി. പിന്നെ 40th ടേമിൻ്റെ ഡിഫറൻസ് 40 കിട്ടി. 20th ടേമിൻ്റെ 20th ടേമിലെ 20 ടേംസിൻ്റെ സമ്മിൻ്റെ ഡിഫറൻസ് ആണ് കേട്ടോ അത്. ഓക്കെ, പിന്നെ അടുത്തത് 40 ടേംസിൻ്റെ ഡിഫറൻസ്. ഓക്കെ, 40 ടേംസിൻ്റെ ഡിഫറൻസ് 40 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സ്ലോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ സ്ലോപ്പാണ്. സ്ലോപ്പ് വന്നിട്ട് 1/2 ആണ്. പിന്നെ അതിൻ്റെ ഇക്വേഷൻ x - 2y - 4 ആണ്. സി ക്വസ്റ്റ്യൻ്റെ ആൻസർ a is equal to 18 ആണ് കിട്ടിയത്. a, 7 and 6, 1 ആണെങ്കിൽ a എന്താണെന്ന് ചോദിച്ചത്. a is equal to 18. അതിൻ്റെ ഡി ക്വസ്റ്റ്യൻ പോയിൻ്റ് y ആക്സിസിലാണെങ്കിൽ y എന്താണ് അവിടുത്തെ പോയിൻ്റ് കോർഡിനേറ്റ്സ് 0 - 2. അടുത്തത് റേഡിയസ് തന്നിട്ട് വോളിയം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് വോളിയം ഈസ് ഈക്വൽ ടു കിട്ടി. പിന്നെ റേഡിയസ് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ട് വോളിയം ഈസ് ഈക്വൽ ടു 1/3 πr² h ഈസ് ഈക്വൽ ടു 80 π/3 സെൻറ്റിമീറ്റർ. പിന്നെ എത്ര ഇതിൽ ഈ സ്ഫിയറിനെ മെൽറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കോൺസ് ഉണ്ടാക്കാമെന്നാണ് ചോദ്യം. ഈസ് ഈക്വൽ ടു നമുക്ക് 50 കിട്ടി. 27 SN ഈസ് ഈക്വൽ ടു തന്നിരിക്കുകയാണ്. സം ഓഫ് 4 ടേംസ് 36 ആണ്. ദെൻ n² സം ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു 300 ആണെങ്കിൽ n എത്രയാണെന്ന ചോദ്യം. അതിൻ്റെ n നമുക്ക് 15 കിട്ടി.